സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഒരു രസകരമായിട്ടുള്ള ടോപ്പിക്കായിട്ടാണ് ചർച്ച ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത്. ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ എന്ന് പറയുന്നത് പഠിക്കാനിരിക്കുന്ന പല കുട്ടികളും. ഞാൻ കഴിഞ്ഞ ദിവസം ഹോം ട്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ കുരിയച്ചിറയിലുള്ള സെൻറ്റ് പോൾസ് സ്റ്റേറ്റ് സ്കൂളിൽ 10th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന കുട്ടിയുടെ പേര് പറയാൻ പാടില്ല, കുട്ടിക്ക് വിഷമാവില്ലേ. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞ ആ ഒരു വിദ്യാർത്ഥിനിയുടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ 10th ക്ലാസ്സിൽ മാത്സ് ആദ്യത്തെ ചാപ്റ്ററാണ്. അരിതമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ഒരു വിഷയമാണ് പഠിക്കാൻ പോകുന്നത്. കുട്ടിക്ക് മാത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അലർജിയാണ്. അപ്പം അവള് ആദ്യം തന്നെ ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ അവള് പറഞ്ഞു എന്നോട് വയറുവേദനയാണ്, സുഖമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ വിചാരിച്ചു, പെൺകുട്ടികളല്ലേ, ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവാം. പക്ഷെ പിന്നീട് പല ദിവസങ്ങളിലും ഇതേ കാര്യം റിപ്പീറ്റ് ആണ്. മാത്സ് പഠിക്കുന്ന ദിവസങ്ങളിൽ വയറുവേദന വരും. നേരെ മറിച്ച് വേറെ സബ്ജക്റ്റ് കെമിസ്ട്രി എടുക്കാന്ന് വെച്ചാൽ വയറുവേദനയില്ല. ഇതേപോലെ തന്നെ എൻ്റെ മകനുണ്ട്. അവൻ സെൻറ്റ് പോൾസ് സ്കൂൾ കുരിയച്ചിറ CBSE സ്കൂളിലാണ് പഠിക്കുന്നത്. 2ാം ക്ലാസ്സിലാണ്. ഇതിനെക്കാട്ടും വിളവനാണ്. അവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വയറുവേദന എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു വയറുവേദന ഇവിടെ എടുക്കണേന്ന് പറയും. അവന് നെറ്റീമയാണ് വയറുവേദന. അപ്പം എന്തുകൊണ്ടാണ് പഠിക്കാൻ പറയുമ്പോൾ വയറുവേദന വരുന്നത് എന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും സൈക്കോസൊമാറ്റിക് ആണ് എന്നാണ് പറയുക. മനുഷ്യനായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിഷയങ്ങളും സൈക്കോസൊമാറ്റിക്. അപ്പം എന്താണ് സൈക്കോസൊമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സൈക്കോസൊമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജിക്കലായിട്ട് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ അതെല്ലാം തന്നെ നമ്മളിൽ ഉണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം വരുമ്പോൾ അത് നമ്മളുടെ ശരീരത്തിലെ നമ്മൾക്ക് അത് അലട്ടുന്നതായിട്ട് വരികയാണ്. ഉദാഹരണത്തിന് എനിക്ക് പനി ഉണ്ട് എന്ന് ഞാൻ പറയാണ്, കാലത്ത് പറയാണ് എനിക്ക് പനിക്കുന്നുണ്ട്, ഉച്ചയ്ക്ക് ഞാൻ പറയാണ് വെറുതെ ഇരുന്ന് എനിക്ക് പനിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ പനി എന്ന് പറയുന്നത് നമ്മളിലേക്ക് വരും. ഈ ഒരു നേച്ചർ പഠിക്കാനിരിക്കുമ്പോൾ എനിക്ക് വിഷമമാണ്, എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നെല്ലാം തോന്നുന്നതായിട്ടുള്ള ആ ഒരു വിഷയങ്ങൾ, എസ്പെഷ്യലി കണക്കോ അല്ലെങ്കിൽ സയൻസോ വിഷയങ്ങൾ എടുക്കുമ്പോൾ നമുക്കത് ബോറിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റായി ഞാൻ അതിനെ കാണുന്നു. അപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും? വയറുവേദന വരും. നേരെ മറിച്ച് ആ അതേ കുട്ടീനെ അടുത്ത മൊമെന്റ് എന്നാ വെച്ചാൽ നമുക്ക് ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോയാലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഡൺ എന്ന് പറയും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഡോക്ടറിനെ പോയി കാണുകയോ നമ്മൾ മെഡിസിൻ കഴിക്കുകയോ ചെയ്യുന്നത് ദോഷഫലമാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു ടിപ്സ്, പഠിക്കാനിരിക്കുമ്പോൾ കുട്ടികൾ വയറുവേദന എന്ന് പറയുന്ന കുട്ടികളോട് പെട്ടെന്ന് നമ്മൾ പ്ലേറ്റ് മാറ്റാം. നമുക്കെന്നാ പുറത്തു പോയാലോ, നമുക്ക് ഭക്ഷണം കഴിച്ചാലോ എന്നുള്ള രീതിയിൽ വേറെ കാര്യങ്ങൾ പറയുമ്പോൾ വയറുവേദന ശരിക്കുള്ള വിദ്യാർത്ഥിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുരുണ്ടുകൂടി അയ്യോ എനിക്ക് വയ്യ എന്ന് പറയുന്ന മനോഭാവം ഉണ്ടാവുക. അല്ല ഹോട്ടലിലേക്ക് പോകാന്ന് പറയുമ്പോൾ അപ്പം തന്നെ കണ്ണൊക്കെ കണ്ണൊക്കെ ഇട്ടിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും ഇവരെ ഉഡായിപ്പാണ്, നുണയാണ് പറയുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പാരൻസ് ശ്രദ്ധിക്കണം, ശ്രദ്ധയിൽ കൊണ്ടുവരണം. അല്ലാതെ അവർക്ക് വയറുവേദന എന്ന് പറയുമ്പോൾ അപ്പം ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക എന്ന് പറയുന്നൊരു മനോഭാവം പാടില്ല. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കുട്ടികളുടെ ആ ഒരു മാനസികമായിട്ടും വൈകാരികമായിട്ടും സൈക്കോളജിക്കലായിട്ടും നമ്മളെ അസസ് ചെയ്യണം. നമ്മുടെ മക്കളെ അവരെ ഓരോ മൂമെന്റ്സ് അവരെന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളോട് ചർച്ച ചെയ്യുന്നത്. ചില കാര്യങ്ങൾ അവർ മറച്ചു വെക്കും. എന്തുകൊണ്ട് അവർ മറച്ചു വെക്കുന്നു അവരോട് ചോദിക്കും. കൗൺസിലിംഗ് ചെയ്യുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ട് ഈ വിഷയം നീ അമ്മയോടോ അച്ഛനോടോ പറയാതെ പോയി എന്ന് ചോദിക്കുമ്പോൾ വളരെ
ക്ലിയർ ആയിട്ട് അവർ എസ്കേപ്പിംഗ് മെക്കാനിസം എന്നുള്ള രീതിയിൽ പറയുന്ന ഒരു മറുപടി ഉണ്ട്. എന്താ പറയാന്നറിയോ? അമ്മ വിഷമിക്കണ്ടെന്ന് ഞാൻ വിചാരിച്ചു, അച്ഛൻ അത് കേട്ടാൽ സങ്കടമാവും എന്ന് ഞാൻ വിചാരിച്ചു. ഇത്തരത്തിലുള്ള ഒരു ആൻസർ ആണ് അവർ തരാം. കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു? ഇതിനുള്ള മറുപടി എന്താണെന്നറിയോ? കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ലാണ്ട് കിടക്കാൻ വല്ലൊരു ആശുപത്രിയിൽ കിടക്കുന്നുണ്ടോ? കൃത്യമായിട്ട് പറയണം. 100 മാർക്കിന്റെ പരീക്ഷയാണെങ്കിൽ 80 മാർക്കിനുള്ളത് ഞാൻ എഴുതിയിട്ടുണ്ട്, ബാക്കി 20 മാർക്കിനുള്ള ഗ്യാസ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഏകദേശം ഒരു 85 മാർക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ കൃത്യത പാലിക്കുന്ന മക്കളായിട്ട് മാറണം. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ വയറുവേദന പോലെയുള്ള ഏതെങ്കിലും അസുഖങ്ങൾ വരുന്നു എന്ന് പറയുന്ന ആൾക്കാരെ നമ്മളൊന്ന് നിരീക്ഷിക്കണം, അല്ലേ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ ഇവിടെ ഒന്ന് വിളിച്ചാൽ മതി. തീർച്ചയായിട്ടും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ടിൽ ദെൻ ബൈ.